സാധാരണ വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് കേങ്ങ് വേവിച്ചിട്ട് തിന്നും അല്ലേ. അപ്പോൾ അതേ കേങ്ങിനെ നമ്മൾ കുറച്ച് വെറൈറ്റി ടച്ച് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആക്കിയെങ്കിലുണ്ട്. ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഒരു 2 കേങ്ങ് ഞാൻ എടുത്തിട്ട് നല്ലോണം വാഷാക്കിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുന്നു. നല്ലോണം ചെറിയ പീസാക്കണമെന്നില്ല, ജസ്റ്റ് ഒരു മീഡിയം സൈസ് ആക്കിയിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തെങ്കിലും മതി. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഒരു കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും വീത്തിയിട്ട് 2 വിസിൽ വരെ വേവാൻ വെക്കണം. ഇതെല്ലാം മുങ്ങോളം വെള്ളം ഒഴിച്ചെങ്കിൽ മതി. ഞാൻ കുറച്ച് കല്ലുപ്പിട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മൂടിയിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കാം. നല്ലോണം വേവാത്ത ശ്രദ്ധിക്കണം. 2 വിസിലാകുമ്പോൾ തന്നെ വേഗം ഗ്യാസ് ഓഫ് ആക്കിയെങ്കിലായി. അപ്പോൾ കറക്റ്റ് ഒരു പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സിമ്പിൾ മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ചെറിയൊരു ഉള്ളി എടുത്തിട്ട് അത് ചെറിയ പീസസ് ആക്കിയിട്ട് ചോപ്പാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതും ഒരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് ചൂടെല്ലാം പോയ പിന്നെ ഇതിനെ തുറന്നിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോയ പിന്നെ അതിൻ്റെ ഈ തൊലി ഇതുപോലെ ഇളന്നിട്ടുണ്ടാവും. അതിനെല്ലാം എടുത്തിട്ട് ഇതെല്ലാം ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കണം. ചെറുതെന്നല്ലെങ്കിൽ നല്ലോണം ചെറുതല്ല, ഒരു ക്യൂബ് പോലെ ആക്കിയിട്ട് അങ്ങനെ മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മസാല ആക്കണം. അതിലേക്കായിട്ട് ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് കൊടുത്തിട്ട് അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിച്ചപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. ഈ ഉള്ളീൻ്റെ കളറെല്ലാം മാറി വരുന്നവരെ അതിനൊന്ന് ഇതുപോലെ സോട്ടാക്കിയിട്ട് എടുത്തിട്ട് കളർ കുറച്ച് ചേഞ്ച് ആകുമ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തെങ്കിൽ മതി. നമ്മൾ കേങ്ങ് വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് അധികം മസാല ഒന്നും ചേർക്കാനില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും മാത്രം ഇട്ടെങ്കിൽ മതി. ഇതിൻ്റെ നല്ലൊരു ഫ്രൈ ആയ മണമെല്ലാം വരാൻ തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കേങ്ങും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് സെർവ് ആക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.